ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസിന്റെ എക്സാം നടക്കുന്നു. അപ്പോൾ ഇനി രണ്ട് എക്സാം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണിത്. 10th 2023 പ്രിലിംസിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യ ചോദ്യം: കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഗാന്ധിജി ആയിരുന്നില്ല. 1929 നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ: ഖേദ സമരമുണ്ട്, ചമ്പാരനുണ്ട്. മീററ്റും ഹോം റൂളും തെറ്റാണ്. ഒന്നും മൂന്നുമാണ് ശരി. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തികൾ: മൗണ്ട് ബാറ്റൻ, ഇർവിൻ, എ വി അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അലക്സാണ്ടർ ഉണ്ട്, സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്. പിന്നെ ആരാണുള്ളത്? പെത്തവിക് ലോറൻസ് ആണ്. അപ്പൊ 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അംഗമല്ലാത്തവരെയാണ് ചോദിച്ചത്. അംഗമല്ലാത്തവരാകുമ്പോൾ ഒന്നും രണ്ടുമാണ് അംഗം അല്ലാത്തത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന: 1798 നടപ്പിലാക്കി കഴ്സൺ പ്രഭു അംഗം ആകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ബന്ധപ്പെടാത്തതാണ്. 98-ലാണ് സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി. സൈന്യത്തെ നിലനിർത്തണം. കഴ്സൺ പ്രഭു അല്ല, വെല്ലസ്ലി ആണ്. രണ്ട് തെറ്റ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പറയപ്പെട്ട പേരുകൾ: മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. സാലിം അലി, ഷൗക്കത്ത് അലി ഉണ്ട്. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയുമാണ്. അപ്പൊ ഒന്നും നാലും. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് സ്വീകരിച്ചു? അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ ഏതാണ്? 326. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷൻ: സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. ആമുഖത്തിന്റെ ശില്പി നെഹ്റു. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം: ആദ്യം നിലവിൽ വന്നത് 97-ൽ തമിഴ്നാട്ടിലാണ്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്നത് ഒക്ടോബർ 12 രാജസ്ഥാൻ. താഴെ പറയുന്ന മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. പൗരത്വ അവകാശവും പൂർണ്ണമായും റദ്ദ് ചെയ്യാനും ആരെങ്കിലും സ്വീകരിക്കാനും ഒക്കെ അവകാശം പാർലമെന്റിനാണ്. താഴെ കൊടുത്ത ശരിയല്ലാത്തത് ഏത്? വൈക്കം TK മാധവൻ, പാലിയം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ KK ഇളപ്പൻ. വൈക്കം സത്യാഗ്രഹം TK മാധവനാണ്. ക്ഷേത്രപ്രവേശനത്തിന്റെ പ്രയോക്താവും TK മാധവനാണ്. ഗുരുവായൂർ KK ഇളപ്പൻ. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ ബന്ധപ്പെട്ടതല്ല. ചട്ടമ്പി സ്വാമി രചനകൾ ഏതൊക്കെ? ആദിഭാഷ, പ്രാചീന മലയാളം, ആ നിജാനന്ദ വിലാസം, ഇതൊക്കെ സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം. ശക്തൻ തമ്പുരാന്റെ ഭരണം. പരാമർശങ്ങൾ: ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയല്ലേ? 3 എന്ന് പറയുന്നത് തെറ്റാണ്. ആൻസർ 1ഉം 2ഉം 4ഉം. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. സമത്വ സമാജം ആരുമായി ബന്ധപ്പെട്ടതാണ്? സമത്വ സമാജം സമപന്തി ഭോജനം നടത്തിയ വൈകുണ്ഠ സ്വാമികൾ, മുന്തിരിക്കിണർ വൈകുണ്ഠ സ്വാമി, പതികൾ, അയ്യാവഴി എന്ന ക്ഷേത്രങ്ങൾ, ചാന്നാർ ലഹള വൈകുണ്ഠ സ്വാമി, അരുൾനൂൽ എന്ന കൃതി. ആറ്റിങ്ങൽ കലാപം യോജിക്കാത്തത്: 1721 ഏപ്രിൽ 15 നടന്നു. കേരളത്തിലെ ആദ്യ സംഘടിത കലാപമാണ്. മാർത്താണ്ഡവർമ്മയാണോ നേതൃത്വം കൊടുത്തത്? തെറ്റാണ്. അപ്പോ 4ആണ് യോജിക്കാത്തത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സ്ഥാനം: 1-ാം സ്ഥാനം അർജന്റീന, 2 ഫ്രാൻസ്. ഖത്തറിലാണ് നടന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല: ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ എന്ന നദിയിലാണ്. ഖാരിഫ് വിള ഉൾപ്പെടാത്തത് ഏത്? ബാർലി, ഗോതമ്പ്, പുകയില, കടുക് തുടങ്ങിയവ റാബി വിളയാണ്. ചോളം, നെല്ല്, പരുത്തി ഖാരിഫാണ്.
ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തു. മെയ് 17 കുടുംബശ്രീ ദിനമാണ്. 98 മെയ് 17 മലപ്പുറം ജില്ല. ഇപ്പോൾ 25 വർഷം പിന്നിട്ടു. 25-വർഷം ചുവടുകൾ എന്നായിരുന്നു. 2023 25-വർഷം. 26 2024 ആഘോഷിച്ചു അരങ്ങ്. 2021 വായനാ ദിനം. കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചു പെരുങ്കുളം. ഏത് സ്ഥലമാണ്? പെരുങ്കുളം. ഭരണഘടനാ ഭേദഗതി. സംസ്ഥാന നിയമസഭ പാർലമെന്റ് ചരക്ക് സേവന നികുതി GST നിയമനിർമ്മാണത്തിന് അധികാരം നൽകി. GST 101 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. 15-ാം ധനകാര്യ കമ്മീഷൻ. 16 ആരാണ്? അരവിന്ദാണ്. അപ്പോ 15 NK സിംഗ്. താഴെ പറയുന്ന പ്രസ്താവന ശരി. പ്ലാനിംഗ് കമ്മീഷൻ 50 മാർച്ച് 15. ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നു. പ്ലാനിംഗിന്റെ ശില്പി PC മഹലനോബിസ്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ശരിയാണ്. ഓപ്ഷൻ ബി. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? റിഗർ മണ്ണ്, കറുത്ത മണ്ണ്, കരിമണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ഏത് മൺസൂൺ? കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. പശ്ചിമ ബംഗാളില് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. കണ്ടൽ വനം. ബ്രഹ്മശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ. താപ്തിയും ഒഴുകുന്നുണ്ട്. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടു? ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ്? ബിസിനസ് ജെറ്റ് ടെർമിനൽ കൊച്ചിയിലാണ്. സിയാലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ല മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറിനാണ്. ജ്യൂസേ കുടിക്കൂ. കാലവർഷം എന്നും അറിയപ്പെടുന്നു. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 744. ഡെക്കാൻ പീഠഭൂമി ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഡെക്കാൻ, വയനാട്. കേരളത്തില് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ല? ചെങ്കുളം, ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം ആലപ്പുഴ ജില്ലയിലാണ്. നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. തീരദേശം കൂടുതൽ കണ്ണൂർ, കുറവ് കൊല്ലം. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? വെള്ളായണി കായൽ. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ് സ്ഥാപിച്ചത്? കാർബൺ ന്യൂട്രൽ ഫാം സ്ഥാപിച്ചത് എറണാകുളം ജില്ല, ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് മേപ്പാടി. മേപ്പാടി. ഹാർട്ട് ഷേപ്ഡ് തടാകമാണ് അല്ലെ, വയനാട് ജില്ലയാണ്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന പാളി അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിലാണ് അയണോസ്ഫിയർ. നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരാണിപ്പോ? സുമൻ K ബെറി അധ്യക്ഷനാണ്. വൈസ് പ്രസിഡന്റ് ആണ് സുമൻ K ബെറി. ഇനി CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്, ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ആയിരിക്കും CEOയെ നിയമിക്കുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 10 98 9 8 9 10. കൊച്ചുങ്ങളായോണ്ട് എളുപ്പത്തിൽ ഓർക്കണ്ടേ? 8 9 10. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹി പ്രഗതി മൈതാൻ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? രാജ്യത്ത് 5G സേവനങ്ങൾ തുടക്കം. 5G സേവനങ്ങൾ. ഇന്ത്യൻ എയർഫോഴ്സ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? നൂറുമേനി. വൈറ്റമിൻ എ പ്രസ്താവന നോക്കുക. രാസനാമം റെറ്റിനോൾ. നിശാന്തത അഭാവം മൂലമുണ്ടാകുന്നു. സിറോഫ്താൽമിയും അഭാവം മൂലമുണ്ടാകുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്ത്? സ്റ്റേപ്പീസ് ആണ് ചെറുത്. ചെവിയിലാണ് സ്റ്റേപ്പീസ്. സ്റ്റേപ്പീസ്. ഇനി കേരള കാർഷിക സർവകലാശാല മധ്യകർണമാണ് സ്റ്റേപ്പീസ്. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ല, മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? കൊല്ലം ജില്ല, തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യശരീര അവയവമാണ് വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു? സാൻഡേ പബോ. 2023 ലഭിച്ചതോ? 2023 ലഭിച്ചത് കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വെയ്സ്മാനുമാണ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കടുവകളെ കൊണ്ടുവന്നില്ലേ? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? പിണ്ഡം, മാസ്. ആധുനിക ആവർത്തന പട്ടിക മൂലകങ്ങളെ ക്രമീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക് നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? സിന്നബാർ. പ്രഷർ കുക്കർ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നു താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുന്നു, ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നു. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? ഏത് ഗുണമാണ്? ചലന നിയമം എന്ന് പറയുമ്പോൾ ജഡത്വം, നിശ്ചലാവസ്ഥ ജഡത്വം, മൊമെന്റം എന്നൊക്കെ പറയും. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി? നമ്മുടെ കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ചത് ആദിത്യ L1 2023 സെപ്റ്റംബറിലാണ്. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം എടുക്കും? 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം ജനീവ. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏറ്റവും വലിയ ആന്തരിക ഗ്രന്ഥിയാണ്, ആന്തരിക അവയവമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമാണ്. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഇനി കരളിനെ കുറിച്ച് പറയുമ്പോൾ രാസപരീക്ഷണശാലയാണ്. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം എന്താണ്? തലയോട്ടിയിലെ സന്ധി. താഴെ പറയുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വിസർജനാവയവമാണ് വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമാണോ? അല്ല, പക്ഷികളുണ്ട് അല്ലെ. പാറ്റയ്ക്കോ 13 അറ, മത്സ്യത്തിനോ 2. താഴെ പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി. പ്രകാശ് നഡ്ഡ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ താഴെ കൊടുത്ത വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അടക്ക് കൊഴുപ്പിൽ ലയിക്കും. ബിസി വെള്ളത്തിൽ ലയിക്കും. ബി. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ. അപ്പൊ 2 പദ്ധതികൾ നമ്മൾ മനസ്സിൽ വരണം. ഒന്ന് ആരോഗ്യകിരണം, മറ്റൊന്ന് താലോലം. താലോലം എഴുതി ഇവിടെ, അതേ ഉള്ളൂ. ജീവിതശൈലി രോഗം എപ്പോഴും ചോദിക്കുന്നതാണ് അമൃതം ആരോഗ്യം. മനുഷ്യരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 206 അസ്ഥികളുണ്ട്. കുട്ടികളിൽ 300. 126 80 അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? ജീവിതത്തിന്റെ ശൈലി കൊണ്ടുണ്ടായി അമിതമായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് തുടങ്ങിയവ. ജലദോഷത്തിന് കാരണമായ രോഗകാരി? വൈറസ് ആണ് ജലദോഷം. കോളറയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ഡിഫ്തീരിയ ബാക്ടീരിയ ആണ്. എലിപ്പനി ബാക്ടീരിയ ആണ്. ഡെങ്കിപ്പനി വൈറസ് ആണ്. ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, ബാക്ടീരിയ. ജലദോഷം, ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, കൊറോണ, കോവിഡ്, നിപ്പ ഇതൊക്കെ വൈറസ് ആണ്. എയ്ഡ്സ് ഇതൊക്കെ വൈറസ് ആണ്. അപ്പൊ നമ്മൾ 80 ചോദ്യങ്ങളാണ് നോക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത്.
നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്രിലിംസിന് വേണ്ടി ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന ബാച്ച് ആ ഒരു ഇത് എടുത്ത് വെച്ചിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അത് മാത്രം പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ഫ്രീ ക്ലാസ്സുകളാണ് ഇതെല്ലാം. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എല്ലാം കിടപ്പുണ്ട്. അത് മാത്രം ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. താങ്ക് യു. ബൈ.